വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകേണ്ട സ്ത്രീകൾക്ക് അവരുടെ സ്ത്രീ ശരീരത്തിൽ മസ്റ്റായിട്ട് വേണ്ടുന്ന ഒരു ഹോർമോണിനെ പറ്റിയിട്ടാണ്. ഈ ഒരു ഹോർമോണിന്റെ ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിൽ പ്രഗ്നൻസി ഫെയിൽ ആകുന്നതിന്, നമ്മുടെ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിന് ഉറപ്പായിട്ടും കാരണമാകും. അത് ആ ഒരു ഹോർമോൺ കുറയുന്നതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അത് കുറയുന്നത് മൂലം നിങ്ങൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നും നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സാണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. സ്ത്രീ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന, ഫെർട്ടിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് ഹോർമോൺസ് ആണ് ഈസ്ട്രോജൻ ഹോർമോണും പ്രൊജസ്ട്രോൺ ഹോർമോണും. ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോണിന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെയും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിനെ രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സമയത്ത് നമ്മുടെ ഫോളിക്കുലാർ ഫേസിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈസ്ട്രോജൻ ഹോർമോൺ ആണ്. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. പീരിയഡ്സിന്റെ ഓരോ ടൈമിലും പ്രൊജസ്ട്രോണിന്റെ ലെവൽസ് ഡിഫറെന്റ് ആണ്. ഫോളിക്കുലർ ഫേസിൽ ഏറ്റവും കുറവ് ഓവുലേഷൻ ഉണ്ടാകുന്നു, പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടാകുന്നു. അതിനുശേഷം ഓവുലേഷൻ ആകുമ്പോഴേക്കും അതിന്റെ അളവൊന്ന് കൂടുന്നു. സെക്കൻഡ് പാർട്ടിൽ ഒരു കോർപ്പസ് ലൂട്ടിയം വർക്ക് ചെയ്യുന്നു. കോർപ്പസ് ലൂട്ടിയത്തിന്റെ വർക്ക് ബിഗിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊജസ്ട്രോൺ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആകുന്നു. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽ ഉണ്ടാകേണ്ടത് ഒരു 10 mg/ml ആണ്. ഇതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഓവുലേഷൻ നടന്നെന്ന് അനുമാനിക്കാം. ഇനി ഈ ഒരു സമയത്ത് ഈ ഒരു വാല്യൂവിനേക്കാളും കുറവാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ ഓവുലേഷൻ നടന്നിട്ടില്ല എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുന്നത് ആ ഒരു ലൂട്ടിയൽ ഫേസിലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ആകുന്ന ഒരു സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുതലായിരിക്കും. എന്നാൽ ഈ ഒരു പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് നമ്മുടെ ശരീരത്തിൽ വേണ്ടുന്ന രീതിക്ക് ഉണ്ടായിട്ടില്ല എങ്കിൽ അത് നിങ്ങളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് അവിടെ ആ ഒരു യൂട്രസിന്റെ ലൈനിങ്ങിനെ ഒന്ന് ഷെഡ് ആവാതെ പിടിച്ചു നിർത്തുന്നത്. ഈ യൂട്രസിന്റെ ലൈനിങ്ങിൽ പറ്റി പിടിച്ചു വേണം നമ്മുടെ ഒരു എംബ്രിയോ വളരാൻ വേണ്ടിയിട്ട്. എംബ്രിയോയുടെ റൂട്ട് ഉറപ്പിക്കുന്നത് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിലാണ്. ഈ ഒരു ലൈനിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിനെയുമാണ്. അപ്പൊ ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന് ഈ വ്യത്യാസം വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു യൂട്രസിന്റെ ലൈനിങ് അങ്ങോട്ട് ഷെഡ് ആവുകയും അങ്ങനെ നമുക്ക് ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാനായിട്ടുള്ള കാരണവും അവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറയുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെല്ലാം ലക്ഷണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് നോക്കാം. ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉടനെ തന്നെ ഡോക്ടറെ കാണുകയും പ്രൊജസ്ട്രോണിന്റെ അളവ് നിങ്ങൾ ചെക്ക് ചെയ്യുകയും പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസി നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻസ് എടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പ്രൊജസ്ട്രോണിന്റെ കുറയുന്നതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ എന്ന് പറയുന്നതാണ് അബ്നോർമൽ ആയിട്ടുള്ള മെൻസ്ട്രൽ ബ്ലീഡിംഗ് നമുക്ക് ഉണ്ടാവുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ നമുക്ക് എപ്പോഴും ബ്ലീഡിംഗ് വേണ്ടുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് നോർമൽ ആയിട്ടുള്ള ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്നത് ആദ്യത്തെ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത്. രണ്ടാമതായിട്ട് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ പീരിയഡ്സ് ആകുന്നതിന് 2-3 ദിവസം മുൻപ് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാകുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ അബ്നോർമൽ ആയിട്ട് നമുക്ക് മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഉണ്ടാവുക 7 ദിവസം കഴിഞ്ഞതിന് ശേഷവും 10, 11, 12, 15 ദിവസമൊക്കെ ബ്ലീഡിംഗ് നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു അബ്നോർമൽ ബ്ലീഡിംഗ് എന്ന് പറയാനാണ് സാധിക്കുകയുള്ളൂ. ഇങ്ങനൊരു ബ്ലീഡിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസീസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു കോസ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിട്ട് പീരിയഡ്സ് പോവുക. ഇറഗുലർ ആയിട്ട് പോവുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒരു ഡേറ്റ് കറക്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യാൻ പറ്റാതെ വരിക. ചിലപ്പോൾ 28 ദിവസമായിരിക്കും, ചിലപ്പോൾ 40 പോകും, ചിലപ്പോൾ 45 പോകും, ചിലപ്പോൾ നേരെ തിരിച്ച് 35 വരും. ഇങ്ങനെ നമുക്ക് ഒട്ടും തന്നെ നിശ്ചയിക്കാൻ പറ്റാത്ത രീതിക്ക് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോവുക. ചില മാസങ്ങളിൽ നമുക്ക് പീരിയഡ്സ് അങ്ങോട്ട് മിസ്സായി പോവുക. ഇതെല്ലാം പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ബുദ്ധിമുട്ട് മൂലവും നമുക്ക് ഉണ്ടാകാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പോട്ടിംഗ് ഉണ്ടാവുക. അതുപോലെ നമുക്ക് അടിവയറിന്റെ ഭാഗം അബ്ഡോമിനൽ പെയിൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നീടുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക. ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാവാനായിട്ടുള്ള കാരണം ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഒരു ഫ്ലക്ച്വേഷൻ ആണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്കും പ്രൊജസ്ട്രോണിന്റെ മരുന്നുകൾ എടുക്കുന്ന സ്ത്രീകൾക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നത് നോർമലാണ്. ഇതേ മൂഡ് സ്വിങ്സ് തന്നെ നിങ്ങളിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോഴും ഉണ്ടാവുന്നു. അതുപോലെ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ആൻസൈറ്റി. നമ്മൾ തന്നെ ആലോചിക്കാത്ത കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ കരുതിക്കൂട്ടിയല്ലാത്ത രീതിക്ക് ഹോർമോൺസിന്റെ ഒരു ഫ്ലക്ച്വേഷൻസ് മൂലം നമുക്ക് കൂടുതൽ ആൻസൈറ്റീസ് ഉണ്ടാവുന്നതിനും ഡിപ്രഷൻ ഉണ്ടാവുന്നതിനും അത് കാരണമാവുന്നു. നമ്മൾ കരുതി കൂടി ചിന്തിക്കുന്നതല്ല, പക്ഷെ ആ ഒരു സിറ്റുവേഷനിലോട്ട് നമ്മൾ തന്നെ എത്തിപ്പെടുകയാണ് ചെയ്യാറ്.
അടുത്തതെന്ന് പറയുന്നത് നമുക്ക് എക്സസ് ആയിട്ട് വെയിറ്റ് അങ്ങോട്ട് ഗെയിൻ ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ നമുക്ക് ശരീരമാസകലം വേദനയും ബുദ്ധിമുട്ടും ഉള്ളതായിട്ട് തോന്നുന്നു. അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വേഴ്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഉണ്ടാവുന്നത്. പീരിയഡ്സ് കഴിഞ്ഞ് ഒരു ഓവുലേഷൻ കഴിഞ്ഞിട്ട് 1ാമത്തെ ആഴ്ച മുതലൊക്കെ തന്നെ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഫേസ് ചെയ്യുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് തുടർച്ചയായിട്ട് വരികയാണെങ്കിൽ ഇതും പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവിൽ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇതെല്ലാ ലക്ഷണങ്ങളും കൂടിയിട്ടൊന്ന് കൂടിച്ചേർന്ന് കലർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവുന്നു. പ്രഗ്നന്റ് ആകാനായിട്ട് ഒരുപാട് തടസ്സം അവിടെ ഉണ്ടാവുന്നു. ഇനി പ്രൊജസ്ട്രോൺ ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ കുറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അനോവുലേഷൻ ആണ്, അതായത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാത്ത ഒരു അവസ്ഥ. രണ്ടാമത്തേത് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഈ സിറ്റുവേഷൻസ് ഉള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ടും ഈ ഒരു ലോ പ്രൊജസ്ട്രോണിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തി ആവുന്നതിന്റെ ഭാഗമായിട്ടും നമുക്ക് അമിതമായിട്ടുള്ള ശരീരഭാരം ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഇറഗുലർ ആയിട്ട് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് പോകുന്നു, അബ്നോർമൽ ആയിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്നു, വെയിറ്റ് ഗെയിൻ നമ്മൾ പെട്ടെന്ന് സഡൻ ആയിട്ട് നമുക്ക് വെയിറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, ഇതെല്ലാം തന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കണം. ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഡെഫിഷ്യൻസി മൂലം മാത്രം നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല, നേരെ മറിച്ച് മറ്റുള്ള കാര്യങ്ങൾ മൂലവും നിങ്ങൾക്ക് ഇത് ഉണ്ടാകാം. അത് മാത്രമല്ല ഇതെല്ലാം അഫക്ട് ചെയ്യുന്നത് ഡയറക്ട്ലി ഫെർട്ടിലിറ്റിയാണ്. നിങ്ങളൊരു അമ്മയാകാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു സാധ്യതയും കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതിന്റെ അളവ് വളരെയധികം കുറവായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എൻഡോമെട്രിയം തിക്നെസ്സിനെയും അതുപോലെ എംബ്രിയോ വളരുന്നതിന്റെ ക്വാളിറ്റിയും അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് അവഗണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന് ബാക്കിയുള്ള ഇഷ്യൂസ് ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് മെഡിസിൻസ് എടുക്കുകയും ചെയ്യണം കേട്ടോ. ഒപ്പം ഇതുപോലുള്ള ലക്ഷണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നുണ്ടെങ്കിൽ പ്രൊജസ്ട്രോണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. സൺഫ്ലവർ സീഡ്, എള്ള് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലായിട്ട് പ്രൊജസ്ട്രോണിന്റെ കണ്ടന്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നട്ട്സ് തുടങ്ങിയവ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും എംബ്രിയോ ഫോം ചെയ്ത് കഴിഞ്ഞാലും അത് നന്നായിട്ട് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ടും അതിന് മറ്റുള്ള ഡിസബിലിറ്റീസ് ഒന്നും ഇല്ലാതെ തന്നെ മുൻപോട്ടേക്ക് വളർന്ന് 9 മാസവും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതിനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ ഒരുപാട് സഹായിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.